തിരിച്ചടിച്ച ഇന്ത്യ അതിർത്തി യുദ്ധ സമാനമായി മാറിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെയും ജമ്മുവിനെ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചു. ഇന്നലെ രാത്രി 2 മണിക്കൂറോളം നീണ്ട പ്രകോപനത്തിന് ശേഷമാണ് ഇന്ന് പുലർച്ചെ വീണ്ടും പാകിസ്ഥാൻ കൈവിട്ട കളിക്ക് ഒരുങ്ങിയിരിക്കുന്നത്. ഈ ഡ്രോണുകളും ഇന്ത്യ ഇന്നലത്തെ പോലെ തന്നെ വെടിവെച്ചിട്ടു. അതിർത്തി പ്രദേശങ്ങളെല്ലാം ഇപ്പോഴും ബ്ലാക്ക് ഔട്ടിലാണ്. ഇന്നലെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ വിറയ്ക്കുകയായിരുന്നു പാകിസ്ഥാൻ. ഇസ്ലാമാബാദിലേക്കും കറാച്ചിയിലേക്കും റാവൽപിണ്ടിയിലേക്കും ഇന്ത്യ കനത്ത ആക്രമണമാണ് നടത്തിയത്. കറാച്ചി ഏതാണ്ട് കത്തിച്ചാമ്പലായ അവസ്ഥയിലായി. എന്നിട്ടും അടിയിരന്ന് വാങ്ങുന്ന പ്രകോപനം പാകിസ്ഥാൻ തുടരുന്നു. അതിർത്തിയിലൂടെ വ്യാപകമായി നുഴഞ്ഞു കയറാനും പാകിസ്ഥാൻ ഭീകരരുടെ ശ്രമം നടക്കുകയാണ്. ഇത് സൈന്യം കരുതലോടെ തകർത്തിട്ടുണ്ട്. ഇന്ത്യ അതിർത്തിയിൽ ഭീകരരെ വധിച്ചതായ വാർത്തകളും ഇന്നലെ അർദ്ധരാത്രിയോടെ പുറത്തു വന്നിട്ടുണ്ട്. ഉറിയിൽ ഇന്ത്യ സേനാ നീക്കം തുടരുകയാണ്. ഇന്ന് രാവിലെ വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. 3 സേനകളുടെ മേധാവിമാരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാവിലെ വീണ്ടും കാണും. രാകേഷ് ചേരുന്നു നമുക്കൊപ്പം. രാകേഷ്, ഇപ്പോഴും ഏറ്റവും പുതുതായി വരുന്ന വാർത്ത കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് തന്നെയാണ് ജമ്മുവിൽ നിന്നുള്ളത്. മണിക്കൂറുകൾക്ക് മുൻപ് ഇന്നലെ രാത്രി തുടങ്ങിയ ആക്രമണത്തിൽ നിന്ന് പാകിസ്ഥാൻ പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളൊരു സൂചന ഇതിനകത്തുണ്ടോ? ശക്തമായ മറുപടി പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് പ്രത്യാക്രമണം തൊടുത്തുവിട്ടുകൊണ്ട് ഇന്ത്യ ഈ പാതിരാത്രിക്ക് ശേഷവും കൊടുത്തിട്ടും വീണ്ടും പാകിസ്ഥാൻ പ്രകോപനപരമായ നീക്കങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണോ? ജമ്മുവിലെ സ്ഥിതി എന്താണ്? ജമ്മുവിൽ തൊട്ട് അതിർത്തിയിൽ കൂടുതൽ എത്രത്തോളം ജാഗരൂകമാകുന്നു രാജ്യം? അപർണ, പാകിസ്ഥാൻ പിന്നോട്ട് പോയി എന്ന് പറയാൻ കഴിയില്ല. കാരണം പാകിസ്ഥാൻ ഇപ്പോഴും പ്രകോപനം തുടരുകയാണ്. ഇന്ത്യയെ വീണ്ടും ലക്ഷ്യം വയ്ക്കുന്നു. ഇന്ന് പുലർച്ചെ വീണ്ടും ജമ്മുവിലേക്ക് ഡ്രോണുകൾ അയച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഏതാണ്ട് 4:15 വീണ്ടും ജമ്മു മേഖലയിലൊക്കെ തന്നെ ഡ്രോണുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വലിയ ശബ്ദം ഒക്കെ തന്നെ രാവിലെ കേൾക്കാമായിരുന്നു. ഏതാണ്ട് 15 മിനിറ്റ് നേരം ഇതായിരുന്നു സാഹചര്യം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ, റിപ്പോർട്ടുകൾ. ഏതായാലും അതിനുശേഷം ഈ ഡ്രോണുകളെല്ലാം തന്നെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റു തരത്തിലുള്ള നാശനഷ്ടങ്ങളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഏതായാലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിലും പ്രകോപനം തുടരുകയാണ്. കാരണം ഇന്നലെ തന്നെ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടിലേക്ക് പോയിരുന്നു ജമ്മു അടക്കമുള്ള പ്രദേശങ്ങൾ. ജമ്മു കശ്മീരും ആകട്ടെ, പഞ്ചാബ് ആകട്ടെ, രാജസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളാകട്ടെ, ഇതെല്ലാം തന്നെ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെയും വലിയ ശബ്ദം കേട്ടാണ് ആളുകളൊക്കെ തന്നെ ഉണർന്നത്. കാരണം ഇന്നലെ രാത്രിയാണ് സമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോയത്. കാരണം 8:30 കൂടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം നടക്കുന്നത്. ഡ്രോണുകൾ ഉപയോഗിച്ച്, മിസൈലുകൾ ഉപയോഗിച്ച്, ഒപ്പം തന്നെ വിമാനങ്ങൾ ഉപയോഗിച്ചെല്ലാം തന്നെ ഇന്ത്യൻ കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുകയായിരുന്നു. ഏതാണ്ട് ജമ്മു കശ്മീർ തൊട്ട് താഴെ രാജസ്ഥാൻ അതിർത്തി വരെയുള്ള പ്രദേശങ്ങളിലെ പല മേഖലകൾ, ഏതാണ്ട് 10ലധികം കേന്ദ്രങ്ങൾ പാക് സൈന്യം ലക്ഷ്യം വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇന്ത്യൻ സേന തകർക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ജമ്മു എടുക്കുകയാണെങ്കിൽ ശ്രീനഗർ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യകേന്ദ്രമാണ്. ഉദ്ധംപൂരിലാണ് നോർത്തേൺ കമാൻഡിന്റെ ആസ്ഥാനമുള്ളത്. ജമ്മു താവി റെയിൽവേ സ്റ്റേഷൻ ഒരു തന്ത്രപ്രധാനമായ കേന്ദ്രമാണ്. അങ്ങനെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തന്നെയാണ് പാക് സൈന്യം ലക്ഷ്യം വെച്ചത്. ഇതിനെല്ലാം തന്നെ പ്രതിരോധ കവചം തീർത്തുകൊണ്ട്, അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ തകർക്കുകയായിരുന്നു. രാജസ്ഥാനിലും സമാനമായ സാഹചര്യമായിരുന്നു. പഠാൻകോട്ട് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സൈനിക താവളമാണ്. ഇവിടെയൊക്കെ ഈ കേന്ദ്രങ്ങളാണ് പ്രധാനമായും പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നത് എന്ന് തന്നെ പറയാം. അതിനുശേഷമാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണം ഉണ്ടായത്. പ്രധാനപ്പെട്ട നഗരങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇന്ത്യയുടെയും തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ആ തിരിച്ചടിയിൽ നിന്നൊന്നും തന്നെ പാഠം പഠിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ മനസ്സിലാക്കുന്നത്. പുലർച്ചയോടുകൂടി ഏതാണ്ട് 4:15 വീണ്ടും ഡ്രോൺ അയച്ചിരിക്കുകയാണ് ജമ്മു കശ്മീരിലേക്ക്. ഏതായാലും എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം, കാരണം ഓരോ ദിവസവും എന്താണ് സംഭവിച്ചത്, ഇന്ത്യയുടെ പ്രത്യാക്രമണം എന്തിനു വേണ്ടിയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനം വിളിച്ചാണ് അറിയിക്കാറുള്ളത്. ഇന്നും ഏതായാലും വിദേശകാര്യ സെക്രട്ടറിയും ഒപ്പം തന്നെ 2 സൈനിക ഉദ്യോഗസ്ഥരും 10 മണിക്ക് കാണുന്നുണ്ട് മാധ്യമങ്ങളെ. അതിലായിരിക്കും നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം ഉണ്ടാവുക. ഏതായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടാകില്ല, മറിച്ച്
പാകിസ്ഥാൻ ആക്രമണം ഉണ്ടായാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ ഭീകരതാവളങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ കശ്മീർ മുതൽ ഏതാണ്ട് ഗുജറാത്ത് വരെയുള്ള 15 കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട നഗരങ്ങൾ, അവിടെയൊക്കെ തന്നെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളാണ്, സൈനിക താവളങ്ങളടക്കം ഉള്ളതാണ് അവിടെ ലക്ഷ്യം വെച്ചത്. അതിന് മറുപടി എന്നോണമാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. അങ്ങനെയാണ് ലാഹോറിലൊക്കെ തന്നെ ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായത്. അതിനുശേഷം പക്ഷേ പാകിസ്ഥാൻ അടങ്ങില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അത്തൗള്ള തരാർ അടക്കമുള്ള മന്ത്രിമാരുടെ പ്രസ്താവന. ഒരു തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞു. അതിനുശേഷമാണ് ഇന്നലെ രാത്രി 8:30 പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടായിട്ടുള്ളത്. ഒരു ആകാശ യുദ്ധത്തിലേക്ക് സാഹചര്യങ്ങൾ പോകുന്നു. കാരണം മുൻപൊന്നും കാണാത്ത വിധത്തിലുള്ള ആക്രമണത്തിലേക്ക് പാകിസ്ഥാൻ കടക്കുന്നു. അങ്ങനെ ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഏതാണ്ട് 2 മണിക്കൂർ നേരം ഇന്നലെ രാത്രിയും സമാനമായ രീതിയിലുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചും മിസൈലുകൾ ഉപയോഗിച്ചും ഒപ്പം തന്നെ വിമാനം ഉപയോഗിച്ചും ഒക്കെ തന്നെ പാകിസ്ഥാൻ പ്രകോപനം നടത്തി. അതിനിടയിൽ 4 വിമാനങ്ങൾ ഇന്ത്യ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാന്റെ 4 വിമാനങ്ങൾ ഇന്ത്യ ഇന്നലെ തകർക്കുകയും ചെയ്തു. അങ്ങനെ രാജ്യത്തെ വലിയ അതിർത്തി കാക്കുന്ന അല്ലെങ്കിൽ സേനാ വിഭാഗത്തിന്റെ വലിയ ഇടപെടൽ അങ്ങനെ ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്നലെ ഉണ്ടായത് ഇന്ത്യയുടെ തിരിച്ചടിയിൽ നിന്നും തന്നെ പാകിസ്ഥാൻ പാഠം പഠിക്കുന്നില്ല, മറിച്ച് വീണ്ടും ഇന്ത്യ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ ജമ്മു കാശ്മീർ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ വരുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. പുലർച്ചെ 4:15 വീണ്ടും ഡ്രോണുകൾ ജമ്മുവിന്റെ ആകാശത്ത് ഡ്രോണുകൾ കാണാമായിരുന്നു. ഏതാണ്ട് 15 മിനിറ്റ് നേരം ഇതായിരുന്നു സാഹചര്യം. വലിയ ശബ്ദം കേട്ടാണ് ആളുകളൊക്കെ തന്നെ പുറത്തിറങ്ങിയത്. പക്ഷേ ജമ്മുവിൽ ബ്ലാക്ക് ഔട്ടാണുള്ളത്, വെളിച്ചം അണച്ചിരിക്കുകയാണ് ജമ്മുവിലടക്കം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈന്യം അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇത് തകർത്തു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. ഒരുപക്ഷെ ജമ്മുവിൽ മാത്രമായിരിക്കില്ല, മറ്റ് കേന്ദ്രങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ ആക്രമണം ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ലക്ഷ്യം വെക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഈ 4:15 വലിയ സൈറൺ ജമ്മു മേഖലയിൽ മുഴങ്ങുകയായിരുന്നു. സ്ഫോടന ശബ്ദം കേട്ടു എന്നടക്കമുള്ള സ്ഥിരീകരിക്കാത്ത കാര്യങ്ങളും ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയുടെ പ്രത്യാക്രമണം എന്താകുമെന്ന് അറിയാം. ഒപ്പം തന്നെ ഇന്നലെ രാത്രി ഇന്ത്യയുടെ തിരിച്ചടിയിൽ സിയാൽകോട്ടും കറാച്ചിയും ലാഹോറും അടക്കമുള്ള പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇന്ത്യ ലക്ഷ്യം വെച്ചിരുന്നു. അപ്പോൾ എന്താണ് അവിടെ ഉണ്ടായ നാശനഷ്ടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. ഇതേ സമയം തന്നെയാണ് നുഴഞ്ഞുകയറ്റ ശ്രമം നടക്കുന്നു എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. കാരണം സാംബ മേഖലയിലടക്കം ഈ നുഴഞ്ഞുകയറ്റ ശ്രമം കൂടി ഇന്നലെ രാത്രി ഉണ്ടായി. അതായത് എല്ലായ്പ്പോഴും വെടിനിർത്തൽ കരാർ ലംഘനം അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ഭീകരർ ഇന്ത്യയിലേക്ക് കടക്കാറുള്ളത്. കാരണം 2 തരത്തിൽ, ഒന്ന് മഞ്ഞ് വീഴുമ്പോൾ അത് ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് ഭീകരരെ പാക് പട്ടാളം ഇന്ത്യയിലേക്ക് കടത്തിവിടാറുണ്ട്. ഒപ്പം വെടിനിർത്തൽ കരാർ ഉണ്ടാകുമ്പോൾ സൈന്യത്തിന്റെ ശ്രദ്ധ അതിലേക്ക് മാറുമ്പോൾ ഭീകരർ ഇന്ത്യയിലേക്ക് കടക്കാറുണ്ട്. അപ്പോൾ ഇന്നലെയും അത്തരത്തിൽ സാംബയിൽ, ജമ്മുവോട് ചേർന്ന് കിടക്കുന്ന സാംബയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായി. അത്